ലാലേട്ടൻ എങ്ങനെയുണ്ട് പടം? തിരക്കേട്ടില്ല, നല്ല സിനിമ. എന്താണ് എടുത്തു പറയാനായിട്ട് എന്താ എടുത്തു പറയാൻ എല്ലാം കൊണ്ടും സംവിധാനം വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ലാലേട്ടൻ എങ്ങനെയുണ്ട്? പടം പകുതിയായപ്പോൾ പടം പൊട്ടുമെന്ന് ചോദിക്കാം. പടം കൊള്ളാം. ലാലേട്ടൻ എങ്ങനെയുണ്ട്? ലാലേട്ടൻ കൊള്ളാം. ഇവിടെ നിന്നാണ് ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരിക്കും പെർഫോമൻസ്. ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? ഇടുക്കായിരിക്കണം. അത് നമ്മളെ പൃഥ്വിരാജും ലാലേട്ടനും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഒരു സന്ദേശമുണ്ട് അതിൽ നല്ലത്. മേക്കിംഗ് ഭയങ്കര നല്ലതായിരുന്നു. ഡയറക്ഷൻ ഒക്കെ സൂപ്പറായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് പടം? നല്ലതാണ്. ലാലേട്ടൻ എങ്ങനെയുണ്ട്? ലാലേട്ടൻ സൂപ്പറാണ്. എങ്ങനെയുണ്ട് പടം? എന്താ അടിപൊളി. ലാലേട്ടൻ എങ്ങനെയുണ്ട്? ആൾക്കാർ നെഗറ്റീവ് പറയുന്ന ഒരു പിടിയില്ല. ഇറ്റ്സ് നൈസ്, കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഇറ്റ്സ് വൺ ഓഫ് എ കൈൻഡ് ഓഫ് മൂവി, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ മൂവി ഇങ്ങനെയാണ്, അപ്പോൾ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. നൈസായിട്ട് തോന്നുന്നുണ്ട്. ഭയങ്കര സീറോ നോളജാണ്, അപ്പോൾ പൊളിറ്റിക്കൽ നോളജ് വെച്ചിട്ട് നോക്കണ്ട. മൂവിയാണ്, എൻ്റർടൈൻമെൻ്റ് ആണ്. അത്ര എല്ലാം നൈസായിട്ടുണ്ട്, ഭയങ്കര നൈസായിട്ടുണ്ട്. ഇതിൽ കട്ട് ചെയ്യാനൊന്നും എനിക്ക് തോന്നുന്നില്ല. സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിനെ ഒന്നും കട്ട് ചെയ്യാനില്ല. അല്ലാതെ പിന്നെ വേറെ ഓരോന്നും ചിന്തിച്ചാലല്ലേ ഉള്ളൂ. നല്ല സിനിമ. ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പടം? എന്താണ് ഇഷ്ടപ്പെട്ടതാണ് പടത്തിൽ? പറഞ്ഞത് തന്നെയാണ്. ഇത് മലയാളികൾ കുറച്ച് ഒരു സിനിമയായിട്ട് കാണുന്നതുകൊണ്ടാണ് പ്രശ്നം. ഒരു സിനിമയല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു സീക്വലിൻ്റെ ഒരു പാർട്ടാണ്, ഒരു ചാപ്റ്ററാണ്. ഇതിനൊരു കണ്ടിന്യൂഷൻ ഉണ്ട്. ശരിക്കും സീരീസ് കാണുന്നവർക്ക് ഇത് ശരിക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ത്രൂ ഔട്ട് ലാലേട്ടനെ കാണിച്ചു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന് അത്രയും ഒരു ഇമ്പോർട്ടൻസ് കിട്ടില്ല. എനിക്ക് ശരിക്കും സിനിമ ഇഷ്ടപ്പെട്ടു. മോഹൻലാലിനെ തിരിച്ചു കിട്ടിയ ഒരു ഫീലിംഗ്. ഈ രാഷ്ട്രീയം നമ്മൾ സിനിമയായിട്ട് കാണണം. ഒരു പാർട്ടിയെ മാത്രമായിട്ട് ഇവിടെ എങ്ങും കുറ്റം പറയുന്നില്ല. ശരിക്കും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. അത് അതിൻ്റേതായ രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു മോനെ എങ്ങനെയുണ്ട് പടം? ലാലേട്ടൻ എങ്ങനെയുണ്ട്? എന്താണ് ഇഷ്ടപ്പെട്ടതാണ്? എങ്ങനെയുണ്ട് ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ, മോനെ എങ്ങനെയുണ്ട്? നല്ല പടം. എന്താണ് ഏട്ടാ ഇഷ്ടപ്പെട്ടത്? നല്ല ഇഷ്ടം. എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? നല്ല അടിപൊളി അഭിനയം, നല്ല മേക്കിംഗ് ആണ്. ഓക്കെ, വളരെ മനോഹരമായി ഇത്രയും സ്ട്രെയിൻ ചെയ്ത് ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഈ പടം എടുക്കണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ കാണണം. വളരെ മനോഹരമായിരുന്നു. പൃഥ്വിരാജ്, നമ്മുടെ മുരളിച്ചേട്ടൻ, പ്രിയപ്പെട്ട ലാലേട്ടൻ, എല്ലാം വളരെ മനോഹരം. സൂപ്പർ മൂവി. തിയേറ്റർ എക്സ്പീരിയൻസ് സൂപ്പർ. പിന്നെ വേറെ ലെവലല്ലേ, പൊളി. ഇഷ്ടമായി. ലാലേട്ടൻ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് അമ്മ? പ്രശ്നമുണ്ട്. അല്ലാതെ നല്ല സിനിമയാണ്. നമുക്ക് ആസ്വദിക്കുന്ന കാണാൻ പറ്റുന്ന നല്ല സിനിമയാണ്. പ്രതീക്ഷിച്ച് നമ്മൾ ഒരുപാട് ഓവർ ഹൈപ്പ് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. അത് നല്ല, വളരെ നല്ല സിനിമ. ചേച്ചി എങ്ങനെയുണ്ട് പടം? എന്താണ് ഏട്ടാ ഇഷ്ടപ്പെട്ടത്? അത് മേക്കിംഗ് നല്ലതാണ്, പിന്നെ സ്റ്റോറി കൊള്ളാം, മൊത്തത്തിൽ നല്ലതാണ്. BGM വലിയ കുഴപ്പമില്ല. പിന്നെ മോഹൻലാലിൻ്റെ എൻട്രി ടൈമിൽ BGM ചെറിയ പ്രശ്നമുണ്ട്. ബാക്കിയെല്ലാം മൊത്തത്തിൽ നല്ലതാണ്. മേക്കിംഗ് അടിപൊളി. വേറെ കുഴപ്പമൊന്നുമില്ല, കണ്ടിരിക്കാം. നല്ല പടമാണ്. ആക്ച്വലി അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. എങ്ങനെയുണ്ട് ബ്രോ? ലാലേട്ടൻ എങ്ങനെയുണ്ട്? കുറേ മാസ് സീനൊക്കെ ഉണ്ട്. കൊള്ളാം എന്ന് പറഞ്ഞാൽ ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന നിലയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് തേർഡ് പാർട്ടിലേക്ക് ഇത്തിരി ഹിൻസ് വരുന്നുണ്ട്. എന്നാൽ കൊള്ളാം. എന്നാലും ധാരാളം നെഗറ്റീവിന് മാത്രം ഉണ്ടോ? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഓവർ ഹൈപ്പ് ആയിപ്പോയി. അപ്പോൾ ആൾക്കാർ ലൂസിഫറിൽ നിന്നും കാട്ടി എന്തോ വലിയ പ്രതീക്ഷിച്ച്, പിന്നെ ഇൻ്റർനാഷണൽ ലെവൽ പൊളിറ്റിക്സ് ആയതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാണ്. ലൂസിഫറിലെല്ലാം ഇവിടെ ലോക്കലായിട്ട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് ഇത്തിരി കൂടെ ഇൻ്റർനാഷണൽ ലെവലിലായിരുന്നു. അല്ലാതെ കൊള്ളാം, പ്രൊഡക്ഷനൊക്കെ നല്ലതായിരുന്നു. എങ്ങനെയുണ്ട് പോലെ? എന്താണ് ഇഷ്ടപ്പെട്ടതാണ് പടത്തിൽ? വീഡിയോഗ്രാഫി ഓക്കെ, ലാലേട്ടൻ എങ്ങനെയുണ്ട്? ഓക്കെ, എങ്ങനെയുണ്ട്? ഓക്കെ, എങ്ങനെയുണ്ട്? പടം കൊള്ളാം കേട്ടോ, കിട്ടില്ല പടം. അടിപൊളി പടമാണ്. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് പടം? പടം എങ്ങനെയുണ്ട്? ലാലേട്ടൻ എങ്ങനെയുണ്ട്? പടത്തെ കുറിച്ച് ലാലേട്ടൻ എങ്ങനെയുണ്ട്? എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട്. പിന്നെ പൃഥ്വിരാജ് നല്ല അടിപൊളി സിനിമ. ലാലേട്ടൻ എങ്ങനെയുണ്ട്?
എങ്ങനെയുണ്ട്? ഓക്കെ. മോനെ എങ്ങനെയുണ്ട്? സെക്കൻഡ് ഹാഫ് ഉള്ളായിരുന്നു, തേർഡ് ഹാഫ് ഉള്ളായിരുന്നു, ഫോർത്ത് ഹാഫ് ഉള്ളായിരുന്നു, എല്ലാം ഉള്ളായിരുന്നു. എല്ലാം ഓക്കെയാണ് കേട്ടോ. ലാലേട്ടൻ എങ്ങനെയുണ്ട്? ലാലേട്ടൻ എങ്ങനെയുണ്ട്? പടം മോഹൻലാൽ കിടിലായിരുന്നു. പൃഥ്വിരാജ് സീൻ സ്റ്റീഫന്റെ തന്തയെ പിടികിട്ടിട്ടുണ്ട്. അതാണ് സന്ദേശം. ബ്രോ എങ്ങനെയുണ്ട്? ആ ഒരു തവണ കണ്ടതാ, കുഴപ്പമില്ല. ഓക്കെ. ആ എന്താണ് ഇഷ്ടപ്പെട്ടതാണ് പടത്തിൽ? ലാലേട്ടൻ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പടം? സൂപ്പറായിരുന്നു, അടിപൊളി. ലാലേട്ടൻ എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. ഓക്കെ. എല്ലാവരും നന്നായിട്ടുണ്ട്. രാജുട്ടൻ്റെ ഡയറക്ഷനൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം പെർഫെക്റ്റ് ആണ്. ഓക്കെയാണ്. പടം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ആ എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? ബ്രോ എങ്ങനെയുണ്ട് പടം? ലാലേട്ടൻ എങ്ങനെയുണ്ട്? നല്ല പടം, കുഴപ്പമില്ല. ലാഗുണ്ട്, പക്ഷെ എന്നാൽ പോലും BJP-യുടെ അങ്ങനെയുള്ള വിരസനമൊന്നും ഇല്ല സിനിമയ്ക്ക്. വെറുതെ കട്ട് ചെയ്ത് നശിപ്പിക്കുന്ന എന്തിനാ? നല്ല രീതിയിൽ പോയാൽ നല്ലതല്ലേ? ഏതാ ഡീഗ്രേഡേഷൻ ഒന്നും ഇല്ല. എന്തിനാ കട്ട് ചെയ്യണം? കട്ട് ചെയ്തിട്ട് കളഞ്ഞിട്ട് എന്ത് കാര്യം? നല്ല പടം നല്ല പോലെ കാണണ്ടേ? മോശമാണെങ്കിൽ നല്ലതാണെങ്കിലും ഉള്ള പോലെ കാണണം. അല്ലാണ്ട് വെറുതെ കട്ട് ചെയ്ത് പറഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ്. ഇതൊക്കെ ചുമ്മാ BJP ഒരു ഇതില്ല, സെറ്റപ്പ് ഇല്ല, അടിപിടി അത്രയാണ്. ഒരു റീസൺ ഇല്ല. ഈ രാജ്യത്ത് നടന്ന കാര്യങ്ങളാണ് കാണിച്ചത്. ഇത് ജനങ്ങൾ അറിയണം, മനസ്സിലായി? പിന്നെ ഇതിനെ കട്ട് ചെയ്യാൻ പോകുന്നത് എന്താ? കട്ട് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അത് ഇവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ സമ്മർദ്ദമായിട്ടുള്ള ഇതാണ് കാണിക്കുന്നത്, മനസ്സിലായില്ലേ? ഒരു സിനിമയായിട്ട് കണ്ടാൽ മതി. സിനിമയായിട്ട് കണ്ടാൽ മതി, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് സിനിമ എടുക്കുമ്പോൾ അവരാരും വിമർശിക്കുന്നില്ല. ഇവർക്ക് എന്താ വിമർശനം? എങ്ങനെയുണ്ട് പടം? ലാലേട്ടൻ എങ്ങനെയുണ്ട്? ലാഗിങ് ആയിട്ട് തോന്നി. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫിലെ മ്യൂസിക് കുറച്ചും കൂടെ ലാലേട്ട വന്ന സീനിലൊക്കെ കുറച്ചും കൂടെ നന്നായിരുന്നെങ്കിൽ ബെറ്ററാണ്. മൊത്തത്തിൽ എങ്ങനെയുണ്ട് പടം? നല്ല പടമാണ്. ലാലേട്ടൻ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. ഞാൻ ലൂസിഫർ തിയേറ്ററിൽ കണ്ടിട്ടില്ല, അപ്പോൾ എനിക്ക് എമ്പുരാൻ ഇഷ്ടപ്പെട്ടു. അമ്മ എങ്ങനെയുണ്ട് പടം? നന്നായിരുന്നു. ലാലേട്ടൻ എങ്ങനെയുണ്ട്? വെയിറ്റ് ചെയ്തിരിക്കണ കേരളത്തിലെ ലൂസിഫർ ആരായിരിക്കുന്നു. പിന്നെ മൂവി കൊള്ളായിരുന്നു. നീ ഇതിൽ കട്ട് ചെയ്താൽ പിന്നെ ബോറാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമുക്ക് നാളെ തൊട്ട് കാണാം. അപ്പം ബോറാവാതിരിക്കട്ടെ പ്രതീക്ഷിക്കാം. ശരിക്കും ഭയങ്കര ഡീഗ്രേഡ് വരുന്നുണ്ടല്ലോ, അങ്ങനെ തോന്നിയ പടം കണ്ട്? പടത്തിനൊന്നും അധികം ഡിഗ്രേഡൊന്നുമില്ല, വേൾഡ് ക്ലാസ് ആയിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇനിയിപ്പം നാളെ അറിയാം ഇനി എന്തൊക്കെ ഇതിൽ കട്ട് ചെയ്യുന്നു. അടിപൊളി ഓവറോൾ ഫിലിം നൈസ്. പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യുന്ന രീതിയിലല്ല, നൈസായിട്ടാണ് തോന്നിയത്. ഓവറോൾ ഇൻ ആൻഡ് ഔട്ട് ഫിലിം ഈസ് നൈസ്. തോന്നുന്നില്ല കേട്ടോ. ശരിക്കും പൊളിറ്റിക്കലി ട്രഡീഷണലി എന്താ പറയുന്നത്, ഒരു കസ്റ്റം, ഒരു കൾച്ചർ, ആ രീതിയിലൊന്നും ഇത് എടുക്കരുത് ശരിക്കും പറഞ്ഞ മൂവി. അതിപ്പം ശരിക്കും അതൊരു എനിക്ക് തോന്നുന്ന ഒരു ഡയറക്ടറിൻ്റെ ബ്രില്യൻസ് ആണ്. പുള്ളി ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് നമുക്ക് പുള്ളി കൺവേ ചെയ്യുന്ന ചിലപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് മനസ്സിലാവുമായിരിക്കും. പക്ഷേ ഇതിൽ ഞാൻ വേറൊരു രീതിയിൽ പൊളിറ്റിക്കലിയൊന്നും വേറെ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ ഈ സിനിമ കുറച്ച് പേര് കണ്ടേക്കുന്നത്. ഇപ്പോൾ സിനിമയായിട്ട് തന്നെ കാണണമെന്നാണ്. സിനിമയായിട്ട് തന്നെ കാണണം എന്നാണ് ഞാൻ പറയുന്നത്. വേറൊരു തരത്തിൽ പോയാൽ അത് വേറെ രീതിയിലാവും. ஸ்டோரியிலேருந்து ரொம்ப தின்னாக இருந்த மாதிரி பெரிய படமாக இருக்கலாம். ஆனால் எனக்கு அவ்வளோ பர்சனலி ஐம் நாட் சாட்டிஸ்ஃபைட்.